ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന വലിയൊരു ആശങ്കയ്ക്ക് പരിഹാരമായിരിക്കുകയാണ്. ദേശീയപാതകളിൽ നിലവിൽ നിർമ്മിച്ചു പോന്നിരുന്ന റീഇൻഫോഴ്സ് എർത്ത് വോൾ അഥവാ മണ്ണ് നിറച്ചുള്ള ഭിത്തികൾക്ക് പകരം തൂണുകളിൽ ഓവർപാസ് നിർമ്മിക്കുന്നതിനുള്ള തീരുമാനമാണ് പുതുതായി വന്നിരിക്കുന്നത്. ഇതേ തുടർന്ന് സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണത്തിൽ പൂർത്തീകരിക്കപ്പെടാനുള്ള മേൽപ്പാലങ്ങൾ ഇനി മുതൽ പില്ലറുകളിലാകും നിർമ്മിക്കുക. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. നിലവിലുള്ള സംരക്ഷണ ഭിത്തി മോഡലിന് പകരമായി തൂണുകളിലാകും ഇനി പൂർത്തീകരിക്കാനുള്ള മേൽപ്പാലങ്ങൾ പണിയുകയെന്ന് രാജീവ് ചന്ദ്രശേഖർ എസ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ അറിയിക്കുന്നു. ഈ പുതിയ രീതി ഹൈവേകളിൽ വലിയ ഗുണമുണ്ടാക്കുമെന്നും ഗതാഗതം സുഗമമാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം കുറിച്ചു. കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണത്തിൽ സംരക്ഷണ ഭിത്തി മോഡൽ പലയിടത്തും പാളിയതും അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതാണ് മേൽപ്പാലങ്ങൾ തൂണുകളിൽ നിർമ്മിക്കാനുള്ള തീരുമാനത്തിന് കാരണമായി തീർന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നിർമ്മാണ രീതിയിലെ മാറ്റം സംബന്ധിച്ച ജനങ്ങളുടെ പരാതികൾ കേന്ദ്രമന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്തിയതിനെ തുടർന്നാണ് അദ്ദേഹം പുതിയ ഉറപ്പ് നൽകിയിരിക്കുന്നത്. നിലവിൽ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലവിധ അപാകതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ മേൽപ്പാലങ്ങൾക്ക് സമീപമുള്ള മതിലുകൾ ഇടിഞ്ഞു വീഴുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയുണ്ടായി. ഇത് ദേശീയപാതകളുടെ നിർമ്മാണ പിഴവുകളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് കാരണമായി തീർന്നു. ഇത്തരം സംഭവങ്ങൾ വലിയ സാമ്പത്തിക നഷ്ടവും വരുത്തിവെക്കുന്നു. റീഇൻഫോഴ്സ് എർത്ത് വോൾ ഇടിഞ്ഞു വീഴുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. മാത്രവുമല്ല ഗതാഗത തടസ്സവും സമീപവാസികൾക്ക് വിവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് മണ്ണ് നിറച്ചുള്ള ഭിത്തികൾക്ക് പകരമായി പില്ലറുകളിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ തീരുമാനമായിരിക്കുന്നത്. ഈ വിധത്തിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുമ്പോൾ മുമ്പത്തെ അപേക്ഷിച്ച് ചിലവ് വർദ്ധിക്കുമെങ്കിലും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും അതിനാണ് പ്രാധാന്യം നൽകുന്നതെന്നുമാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ നിലപാട്. അതിനാൽ തന്നെ ജനങ്ങൾ ഉയർത്തുന്ന ആവശ്യത്തിന് പരിഗണന നൽകി ഇനി അങ്ങോട്ട് നിർമ്മിക്കുന്ന എല്ലാ മേൽപ്പാലങ്ങളും തൂണുകളിൽ നിർമ്മിക്കാനുള്ള അനുമതിയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ പുതിയ തീരുമാനത്തെ കൂടാതെ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് വരുന്ന 2 മാസത്തിനുള്ളിൽ അന്തിമ അംഗീകാരം ലഭ്യമാകുമെന്നും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക കൃത്യമായി വിതരണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ദേശീയപാതാ നിർമ്മാണ രീതിയിൽ വരുത്തിയിരിക്കുന്ന പുതിയ മാറ്റവും ഒപ്പം തലസ്ഥാനത്തെ റിംഗ് റോഡ് പദ്ധതിയും കേരളത്തിലെ ഗതാഗത സൗകര്യങ്ങളിൽ വലിയ ചലനമുണ്ടാക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.